നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുന്ന ചെറിയൊരു വിഭാഗം ആളുകൾ കൊണ്ടുവന്നിരിക്കുന്ന നറേറ്റീവാണ് മറുനാടൻ വർഗീയവാദിയാണ് എന്നത്. അനേകം തവണ ഇതേക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മറുനാടൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ നിശിതമായി വിമർശിക്കും. ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നേരത്തെ പ്രേക്ഷകർ കണ്ടു കാണും. KM ഷാജി മുസ്ലിം ലീഗ് നേതാവിൻ്റെ വളരെ പ്രകോപനകരമായ പ്രസംഗം. ആ പ്രസംഗം UDF വിജയസാധ്യതയെ പോലും മാറ്റിമറിക്കും, സൂക്ഷിക്കണമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തു. ഇത്തരത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കുന്ന പ്രസംഗങ്ങൾക്കെതിരെ മറുനാട് നിലപാടെടുക്കാറുണ്ട്. ഇസ്ലാമിൻ്റെ മതത്തിൻ്റെ മറവിൽ രാഷ്ട്രീയം ഒളിച്ചു കടത്തി സിവിൽ നിയമങ്ങൾ അട്ടിമറിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ നിലപാടെടുക്കാറുണ്ട്. ഇസ്രായേൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുമ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ച ഹമാസിനെ ഭീകരവാദികൾ എന്ന് വിളിക്കാറുണ്ട്. പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും വഖഫ് ഭേദഗതി നിയമമാണെങ്കിലും ഈ രാജ്യത്ത് നിയമപരമായി ജീവിക്കുന്ന ഒരു മുസ്ലിമിൻ്റെയും അസ്തിത്വത്തെ ബാധിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അതിന് പേരിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ എതിർക്കാറുണ്ട്. അല്ലാതെ ഒരിക്കൽ പോലും ഇസ്ലാം എന്ന മതത്തെയോ ഇസ്ലാമിക വിശ്വാസത്തെയോ വിശ്വാസ പ്രമാണങ്ങളെയോ തള്ളിപ്പറഞ്ഞിട്ടില്ല, വിമർശിച്ചിട്ടില്ല. ഞാൻ എല്ലാവരോടും എക്കാലത്തും പറഞ്ഞൊരു കാര്യമുണ്ട്, അത് വീണ്ടും ആവർത്തിക്കുന്നു. ഇസ്ലാം എന്ന മതത്തിൻ്റെ വിശ്വാസത്തെ, പ്രവാചകനെ, ഖുറാനെ, ഇസ്ലാമിക വിശ്വാസ തത്വങ്ങളെ ഞാൻ എവിടെയെങ്കിലും വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്തതായി ആരെങ്കിലും കൊണ്ട് കാണിച്ചാൽ വർഗീയവാദിയാണെന്ന് ഏറ്റുപറയാം. ഞാൻ എൻ്റെ പണി അവസാനിപ്പിക്കാം. ഞാൻ എതിർക്കുന്നത് ഇസ്ലാമിൻ്റെ പിന്നിലെ പൊളിറ്റിക്സിനെയാണ്, പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ജനാധിപത്യത്തെ ഇല്ലാതാക്കുന്നതിനെയാണ്. ഹമാസ് എന്ന ഭീകര സംഘടനയാണ്, പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തെയാണ്. അതിനെ ഇസ്ലാമിക വിമർശനമായി ആരും കാണരുത്. യഥാർത്ഥ മുസ്ലിമുകൾ അങ്ങനെ കാണുന്നില്ല എന്നതിൻ്റെ അനുഭവം ഞാൻ ഈ ലോകത്തോട് നടക്കുമ്പോഴാണ്. തട്ടമിട്ട സ്ത്രീകളടക്കമുള്ളവർ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കാറുണ്ട്. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ എൻ്റെ അടുത്ത് വന്ന് സെൽഫി എടുക്കാറുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന ബോധ്യം അവർക്കുണ്ട്. മുസ്ലിം കുടുംബങ്ങളിലും എൻ്റെ ശബ്ദം മറ്റിടങ്ങളിൽ കേൾക്കുന്നത് പോലെ കേൾക്കാറുണ്ട്. ലോകത്തിലെ ഏത് കോണിൽ ചെന്നാലും എന്നെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. മറുനാടൻ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തെയും ഞാൻ പറയുന്ന സത്യത്തെയും അംഗീകരിക്കുകയും അതിനുവേണ്ടി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. എന്നെ സാമ്പത്തികമായി സഹായിക്കാൻ വെമ്പി നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരു വ്യവസായി എന്നോട് പറഞ്ഞത് $1,00,000 ചെക്ക് ഇപ്പോൾ തരാമെന്നാണ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. പക്ഷെ ചിലർക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്, അതിൽ എനിക്ക് പരാതിയില്ല. എന്നാൽ അവർ ഈ മറുനാടൻ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൽ ഭയന്ന്, മറുനാടൻ്റെ സ്വാധീനം സമൂഹത്തെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവർ എൻ്റെ മേൽ ചാർത്തിയിരിക്കുന്ന ഒരു ചാപ്പയാണ് മുസ്ലിം വിരുദ്ധൻ എന്നത്. ഈ ചാപ്പ പ്രചരിപ്പിക്കുന്നത് രണ്ടു കൂട്ടരാണ്. ഒന്ന്, തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ, ഈ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന വിഭാഗം. അവർക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവരുടെ രഹസ്യ അജണ്ട ഞാൻ പൊളിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കൂട്ടർ കമ്മികളാണ്. കമ്മികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വൃത്തികേടുകളും ധാർഷ്ട്യവും നുണകളും പൊളിച്ചെടുക്കുമ്പോൾ അവർക്ക് അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് അവരുടെ മുമ്പിലുള്ള ഏക വഴി ഞാനൊരു ഇസ്ലാമിക വിരോധിയാണ് എന്ന് വരുത്തി തീർത്ത് എന്നെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുന്നതാണ്. ഞാൻ ഇത്രയും ദീർഘമായി ഇത് പറഞ്ഞത്, ഇന്നലെ തൊടുപുഴയിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കും. ദൃശ്യ TV ആണ് അത് നടത്തുന്നത്. ദൃശ്യ TV നടത്തിയ ഈ പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു ചോദ്യം ഉണ്ടാവുന്നു. ഓഡിയൻസിൽ ഒരു ലീഗുകാരനാണ് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ CPM ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ചോദ്യം ചോദിച്ച ലീഗ് പ്രവർത്തകനോട് പറയുകയാണ്, ഈ ലിനുവിൻ്റെ ജീവിതത്തിൽ അയാൾ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി മറുനാടനാണ്. വെള്ളാപ്പള്ളി അല്ല, അല്ലെങ്കിൽ മറ്റാരുമല്ല, മറുനാടനാണ്. ഈ മറുനാടനെ പിന്തുണച്ച ആളാണ് ഇതാ ഇപ്പോൾ പ്രസംഗിക്കുന്ന ആൾ. മനോജ് കോക്കാട്ട് എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി, കോൺഗ്രസിന്റെ ജനപ്രതിനിധിയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നു. കേൾക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നയാൾ വെള്ളാപ്പള്ളി നടേശനാണെന്നാണല്ലോ താങ്കളുടെ വാദം. എന്റെ ബോധ്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത ഈ സമീപ ഭാവിയിൽ പറഞ്ഞിട്ടുള്ളയാൾ സമൂഹ മാധ്യമങ്ങളിലടക്കം എന്റെ ബോധ്യം ഷാജൻ സ്കറിയാണെന്നാണ്. താങ്കൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയുണ്ട്. ഷാജൻ സ്കറിയ ഒരു വർഗീയത പറയുന്ന ആളാണോ അല്ലയോ എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അദ്ദേഹത്തോടൊരു ചോദ്യം, എൻ്റെ ഒരു ചോദ്യമായി വിനീതമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഷാജൻ സ്കറിയ വർഗീയത പുലമ്പുന്ന ഒരാളാണെന്നുള്ള ബോധ്യം താങ്കൾക്കുണ്ടോ? അതിനൊരു മറുപടി. ഷാജൻ സ്കറിയ ഒരു വർഗീയത വിളമ്പുന്ന ചില സമീപനങ്ങൾ അടുത്ത കാലത്തായിട്ട് ഉണ്ട്. അങ്ങനെയുള്ള ഷാജൻ സ്കറിയെ ഈ തൊടുപുഴ വന്നൊരു വിഷയം ഉണ്ടായപ്പോൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അദ്ദേഹത്തോടൊപ്പം സന്നദ്ധ സഹചാരിയായി നടന്നയാളാണ് താങ്കളുടെ UDF പ്രതിനിധി. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ നാട് നീളമുള്ള മുഴുവൻ ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സയും മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളെ അനാവശ്യമായി ചർച്ചയെ വർഗീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുകയാണ്. ഷാജൻ സ്കറിയ എന്നല്ല, ഈ നാട്ടിലെ ഏതു മനുഷ്യനും ഒരപകടം പറ്റിയാൽ അവന് കൈത്താങ്ങ് ആദ്യഘട്ടത്തിൽ നൽകുക എന്നുള്ളത് ഒരു സിവിലൈസ്ഡ് കൺട്രിയിലെ ഒരു പൗരന്റെ ധർമ്മമാണ്. ഒരു വാഹനം കൂട്ടിയിടിച്ചാൽ വലിയ വാഹനമോ ചെറിയ വാഹനമോ നോക്കാതെ പ്രഥമ ശുശ്രൂഷ നൽകിയതിന് ശേഷമാണ് അവിടെ നിന്ന് പിരിയാവൂ എന്ന് നിയമം എഴുതി വെച്ചിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് ഉള്ള ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും താങ്കൾ നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ഇവിടെ ആരാണെങ്കിലും, ആ കൂടെ പുത്തിരി ദിലീപ് എന്ന് പറയുന്ന മുസ്ലിം സ്നേഹിതനുണ്ടായിരുന്നു,
ഷാനു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഉണ്ടായിരുന്നു, 3 മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് ഗുണ്ടകള് തൊടുവഴിയിൽ നടുറോട്ടിലിട്ട് ഒരു മനുഷ്യനെ അടിച്ച് മൃതപ്രായമാക്കിയപ്പോൾ അവൻ ആര്, അവന്റെ അഡ്രസ് എന്ത്, അവന്റെ ഊരെവിടെ, പേരെവിടെ എന്ന് ചിന്തിച്ചിട്ട് കൈത്താങ്ങ് കൊടുക്കുന്ന സമീപനമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് അനവശ്യമായി ചർച്ചയെ വഴിവിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. നമുക്കത് വിടാം, ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. തൊടുപുഴയിൽ വെച്ച് എന്നെ CPM ഗുണ്ടകൾ ആക്രമിച്ച സംഭവമാണ് ഇവിടെ ചർച്ചയായത്. ഈ CPM ഗുണ്ടകൾ എന്നെ ആക്രമിച്ചപ്പോൾ എന്നെ ആശുപത്രിയിൽ എത്തിച്ചതും എനിക്ക് വേണ്ട പിന്തുണ നൽകിയതുമൊക്കെ മനോജ് കോക്കാട്ടാണ്. അതിനുശേഷം അദ്ദേഹത്തോട് മത്സരിച്ചപ്പോൾ അത് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തെ അപമാനിക്കാൻ വലിയ നീക്കം നടന്നു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ, മതേതര ബോധമുള്ള മനുഷ്യർ, മുസ്ലിമുകൾ അടക്കമുള്ള മനുഷ്യർ, ഒരുപാട് മുസ്ലിം വോട്ടുള്ള ഏറിയാണ്, അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷം കൊടുത്തു ജയിപ്പിച്ചു. അത് തന്നെ വ്യക്തമാക്കുന്നത് CPMകാരുടെ കുത്തിത്തിരിപ്പ് സാധാരണ മുസ്ലിം സമുദായത്തിൽ വില പോകില്ല എന്നതാണ്. എന്നാൽ ഈ കുത്തിത്തിരിപ്പുകാർ ഈ തെരഞ്ഞെടുപ്പിലും അത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. എത്രയോ വർഗീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയത മുഴുവൻ തലയിലേറ്റുകൊണ്ട് എൻഡോഴ്സ് ചെയ്യുകയാണ് പിണറായി. AK ബാലൻ പോലും മലപ്പുറത്തെ തള്ളി പറയുന്നു വർഗീയത ഉണ്ടാക്കാൻ, വർഗീയ വിഭജനം ഉണ്ടാക്കാൻ. എത്രയോ യൂട്യൂബർമാർ ഈ നാട്ടിൽ നിന്നുകൊണ്ട് പച്ച വർഗീയത പറയുന്നു. എത്രയോ ചാനലുകൾ, എത്രയോ രാഷ്ട്രീയക്കാർ വർഗീയത പറയും. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോഴും എൻ്റെ പേര് പറഞ്ഞ് ഇവർ രംഗത്ത് വരികയാണ്. ഈ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ആക്രമിക്കപ്പെട്ട സമയത്ത് ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അയാളൊന്ന് നമ്മുടെ പാർട്ടി നേതാവിനൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞ് ഈ ലിനുവിനോട് ഫോൺ കൊടുത്തിട്ട് ലിനു എന്നോട് പറഞ്ഞതാണ്, ഇതിൽ യാതൊരു ബന്ധവും എനിക്കില്ല കേട്ടോ, എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നിങ്ങളോടൊപ്പമാണെന്ന്. ഇതാണ് ഇരട്ടത്താപ്പ്. ഇത്തരത്തിലുള്ള വൃത്തികെട്ടവന്മാർ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയുന്ന നുണയാണിത്. ജനങ്ങളത് വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവ് ഒന്ന് മനോജ് കോക്കാട്ട് ജയിച്ചതാണ്. മനോജ് കോക്കാട്ട് കൃത്യമായ മറുപടി പറഞ്ഞു. അപകടത്തിൽപ്പെടുന്ന ഒരാളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. അത് CPMന് മനുഷ്യത്വമില്ല. തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നവർക്ക് എവിടെയാണ് മനുഷ്യത്വം? എന്ന് മാത്രമല്ല, ഇവർ ബോധപൂർവം കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണിത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന രമ്യ ഹരിദാസിന്റെ പരാജയമാണ്. ഇവർ മറന്നുപോകുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലത്തിൽ 18ഇടത്തും മറുനാടൻ പിന്തുണച്ചത് UDFനെയാണ് എന്നതാണ്. മറുനാടൻ പിന്തുണച്ച ഒരേ ഒരു സ്ഥാനാർത്ഥിയെ തോറ്റുള്ള രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസ് തോറ്റത് അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്, അല്ലാതെ മറുനാടൻ്റെ കുഴപ്പം കണ്ടല്ല. മറുനാടനെ ചേർത്ത് പിടിച്ച, മറുനാടനെ പിന്തുണച്ച K. സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ജയിച്ചു. മറുനാടനെ വേട്ടയാടിയപ്പോൾ മറുനാടനെ തള്ളിപ്പറഞ്ഞ 2 നേതാക്കളുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ. ഒന്ന് TN പ്രതാപനും മറ്റൊന്നാൾ K. മുരളീധരനുമാണ്. TN പ്രതാപന് സീറ്റ് പോലും കിട്ടിയില്ല. K. മുരളീധരൻ ദയനീയമായി 3ാമതായി. അതേസമയം മറുനാടനെ ചേർത്ത് പിടിച്ച ബാക്കി എല്ലാവരും ജയിച്ചു. രമ്യ ഹരിദാസിന് തോൽവി മാത്രം ചൂണ്ടിക്കാട്ടി മറുനാടൻ പിന്തുണച്ചാൽ തോൽവി ഉണ്ടാകുമെന്ന് പറയുന്നത് ഇവർ മറുനാടനെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. മറുനാടന്റെ വിശ്വാസ്യത ഇവരുടെ ഉറക്കം കെടുത്തുന്നത് കൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും നാട്ടിലേക്ക് വന്നപ്പോൾ ഒരു CPMന്റെ മുതിർന്ന നേതാവ് വിമാനത്തിലുണ്ടായിരുന്നു. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല മാന്യത കൊണ്ട്. ആ നേതാവ് എന്നോട് പറഞ്ഞത് തൊട്ടടുത്തിരിക്കുന്ന അമ്മായിയപ്പൻ എന്നും എൻ്റെ വീഡിയോ കാണുമെന്നാണ്, എൻ്റെ ആരാധകനാണെന്നാണ്. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ വീട്ടിൽ പോലും സ്വാധീനമുണ്ടാക്കുന്ന മറുനാടനെ ഭയപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇതുകൊണ്ട് പറയുന്നത്. മറുനാടൻ പറഞ്ഞ സത്യമാണ്, ജനങ്ങൾക്കറിയാം. ആ ഭയം കൊണ്ടാണ് നിങ്ങൾ വർഗീയവാദി എന്ന പേര് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ പറയാനുള്ളത് ഇതാണ്, അതേടാ മറുനാടിന് ഇങ്ങനെയാണ്. നിങ്ങളുടെയൊക്കെ അസുഖം തീരാൻ മുരിക്കും മുള്ളു പോലും തികയില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് ഈ തെരഞ്ഞെടുപ്പിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി ജയിച്ചാൽ പോലും, വീണ്ടും തുടർഭരണം വന്നാൽ പോലും നിങ്ങൾ കാട്ടുന്ന വൃത്തികേട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഗിമ്മിക്സിൽ വീണുപോയി ജനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യുന്ന വരാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സത്യം പറയാൻ, തൻ്റെ അടുത്തോട് പറയാൻ ഏത് വെല്ലുവിളിയെ നേരിടാൻ ഒരുങ്ങി തന്നെ വന്നിരിക്കുന്നതാണ്. നിങ്ങൾ തെരുവിലിട്ട് തല്ലിയാലൊന്നും ആ ശൗര്യം തീരില്ല. നിങ്ങൾ എന്ത് വർഗീയ ചാപ്പ കുത്തിയാലും നിങ്ങളുടെ അല്പത്തരങ്ങളും ഊളത്തരങ്ങളും വൃത്തികേടുകളും കള്ളത്തരങ്ങളും അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഇനമല്ല ഇത് എന്ന് തിരിച്ചറിയുക.